പോട്ട് ചോറ് പോട്ട്.
പെട്ടെന്ന് പോ, മഴ മഴ വരും.
വെൽക്കം ഡാൻസോടുകൂടി നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ആടി വന്ന പാകം അടുത്തതായി ഉദ്ഘാടന യോഗം തുടങ്ങാം.
അവസാനമായി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിന്റെ അധ്യക്ഷയായി സ്വാഗതം ചെയ്യുകയാണ്. വിശിഷ്ട വ്യക്തികളായി ക്ഷണിക്കപ്പെട്ടിട്ടുള്ള എല്ലാവരും തന്നെ വേദിയിലേക്ക് ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷയായി ബഹുമാനപ്പെട്ട ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മിനി സുനിൽ അവരെ ക്ഷണിക്കുന്നു. ചടയമംഗലം കുടുംബശ്രീ CDSന്റെ വാർഷിക ആഘോഷ പരിപാടിയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ വാർഷിക ആഘോഷ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഏറെ പ്രിയങ്കരിയായിട്ടുള്ള കുടുംബശ്രീ ചെയർപേഴ്സൺ ശ്രീമതി ഷാലിമയെ ഏറെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷയായിരിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിഷ്ണു രാജ് അവരെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി റീജ ഷെബീഖിനെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഷംന നിസാം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷംന നിസാമിനെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ബാബുരാജ് അവരുടെ ഗ്രാമപഞ്ചായത്ത് വാർഡ് അംഗം പൂക്കോട് വാർഡ് മെമ്പറെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സന്തോഷ് CPM ചടയമംഗലം ഏരിയ കമ്മിറ്റി അംഗം സന്തോഷ് അവരെ സ്വാഗതം ചെയ്യുന്നു. പോരയുടെ LC സെക്രട്ടറി രമൺ സഖാവിനെ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് അനുശോചനവും CDSന്റെ ഇതുവരെയുള്ള പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിക്കുന്നതാണ്. റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീമതി ശാലിനിയെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ടവരെ, നമ്മുടെ ഈ കഴിഞ്ഞ 2022-26 ഭരണസമിതിയുടെ കുടുംബശ്രീ CDS വാർഷികമാണ് ഇന്നിവിടെ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ആദ്യം തന്നെ ഞങ്ങൾ ഓർക്കാൻ ആഗ്രഹിക്കുന്നത് ഈ എല്ലാവരും മൗനമായി ആചരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാം ആരംഭിക്കാം. അതിനായി എല്ലാവരോടും ഒരു നിമിഷ നേരത്തിന് മൗനമായി നിൽക്കണമെന്നാണ്. ഏവർക്കും നമസ്കാരം. നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ 2022-26 ഭരണസമിതിയുടെ വാർഷിക യോഗമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാം, കുടുംബശ്രീയുടെ കാലയളവ് 3 വർഷമാണ് എന്നുള്ളത്. എന്നാൽ
നമ്മുടെ CDSനും ഭരണസമിതിക്കും ഉണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം നമ്മുടെ BC-മാരായി പ്രവർത്തിക്കുന്ന ശ്രീമതി ഷെറീന, ശ്രീമതി ആശ, ശ്രീമതി സരിത, ശ്രീമതി കീർത്തി എന്നിവരാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ സ്വാഗതം പറഞ്ഞപ്പോൾ വിട്ടുപോയ കാര്യം കൂടി ഞാനത് കൂട്ടിച്ചേർക്കട്ടെ. നമ്മുടെ ബ്ലോക്കിലെ ഇട്ടിവ ചെയർപേഴ്സൺ നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഇട്ടിവ ചെയർപേഴ്സണെ കൂടി ഈ ഒരു വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു കേട്ടോ. സ്വാഗതം ചെയ്യാൻ വിട്ടുപോയത് കൊണ്ടാണ്. മറ്റു കാര്യം പറയുന്നത് നമ്മുടെ CDS എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ കുടുംബശ്രീ സംവിധാനം പൂർണ്ണമാകുന്നില്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കുടുംബശ്രീ എന്ന് പറയുന്നത് ത്രിതല സംവിധാനമാണ്. ADS, CDS, അയൽക്കൂട്ടം, ഈ 3 തട്ടുകളുണ്ട്. അപ്പൊ ഈ 3 തട്ടിന്റെ ഏറ്റവും അടിത്തട്ട എന്ന് പറയുന്നത് അയൽക്കൂട്ടങ്ങളാണ്. നിങ്ങളുടെ പ്രവർത്തന മികവിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്കിവിടെ ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇന്നത്തെ റിപ്പോർട്ടിന് എല്ലാവരും പങ്കാളികളാണ് എന്നുള്ളത് കൂടി ഈ ഒരു രീതിയിൽ അറിയിക്കുന്നു. ഈ ഒരു പ്രവർത്തനം നടത്തിയെടുക്കുന്നതിന് നമ്മളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളായിട്ട് RPമാർ, നിരവധി RPമാർ നമ്മുടെ CDS പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ GRC ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ഭാഗമായി ശ്രീമതി ശ്രീജാനൻ, MIS-RP ശ്രീമതി സമീറ, AHCRPമാരായ ശ്രീമതി സുമിന, രമ്യ, വിജി, റീജ, ഷെമീന, കമ്മ്യൂണിറ്റി അംബാസിഡറായ ശ്രീമതി വന്ദന, ലോക്കോസ് RPമാരായ ആഷ്ന, ഷീന, രാജി, ബുഷ്വ, സരിത, ഷഹീറ, മഞ്ജുഷ, FLRP-ആയി ലക്ഷ്മി, ഷീജ, MEC-ആയി രാജിമോൾ എന്നിവരും പ്രവർത്തിച്ചു വരുന്നു. CDS-ന്റെ ഭാഗമായി 15 വാർഡിലും ബാലസഭ ഗ്രൂപ്പുകളുണ്ട്, ഓക്സിലറി ഗ്രൂപ്പുകളുണ്ട്, ഭിന്നശേഷി ഗ്രൂപ്പുകളുണ്ട്, വയോജന ഗ്രൂപ്പുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇവയ്ക്ക് ഓരോരുത്തർക്കും ഈ എല്ലാ മേഖലയിലും പ്രവർത്തിക്കാൻ കഴിയുന്നതുമാണ്. നമ്മുടെ അഫിലിയേഷന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിലാണ് അയൽക്കൂട്ടത്തിന്റെ അഫിലിയേഷൻ പുതുക്കേണ്ടത്. ആ ഒരു പ്രോസസ് ഇപ്പം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത് പരിചിതമായിരിക്കും. എല്ലാ വർഷവും ഏപ്രിൽ മാസം എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. സ്നേഹിത പ്രവർത്തനങ്ങൾ, അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട്, സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് ജില്ലാ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സ്നേഹിതയുടെ പ്രവർത്തനങ്ങളെ CDS തലത്തിലേക്ക് നടത്തുന്നത് ജെൻഡർ റിസോഴ്സ് സെന്റർ ജയമംഗലത്തിന്റെ ക്രൈം മാപ്പിംഗ് എന്ന ഒരു പുസ്തക രൂപത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സക്ഷൻ സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. ഈ വാക്കുകളൊക്കെ കുടുംബശ്രീ അംഗങ്ങൾക്ക് ഈ സക്ഷൻ സെന്ററിനൊക്കെ എത്രത്തോളം പരിചിതമാണ് എന്നല്ല ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. സക്ഷൻ സെന്റർ എന്തെന്ന് വെച്ചാൽ നമ്മുടെ അയൽക്കൂട്ടങ്ങളെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെട്ടതാക്കുന്നതിന് വേണ്ടിയിട്ടും അവയുടെ കൃത്യമായ വിലയിരുത്തൽ നടത്തി നല്ല രീതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കണക്കെഴുത്ത് പരിശീലനങ്ങൾ, ഗ്രേഡിംഗ് തുടങ്ങിയവയാണ് ഈ സക്ഷൻ സെന്ററിലൂടെ CDS ചെയ്തു പോരുന്നത്. അതും ചടയമംഗലം CDS സക്ഷൻ സെന്റർ വാക്കായിരിക്കും JLG ലോൺ എന്നുള്ളത്. ഇപ്പൊ JLG ലോണുകൾ എടുക്കുകയും അതുപോലെ തന്നെ വിലകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇൻസെന്റീവ്, സബ്സിഡി എന്നിവ നൽകുകയും ചെയ്തു വരുന്നു. പിന്നെ CDS-ന്റെ പ്രവർത്തനങ്ങൾ, CDS കഴിഞ്ഞ 2022 ഈ 26 കാലയളവിനുള്ളിൽ ഇതുവരെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ സുദൃഢം ക്യാമ്പയിൻ, അതായത് നിർജീവമായ അയൽക്കൂട്ടങ്ങളെ സജീവമാക്കിക്കൊണ്ടാണ് സുദൃഢം ക്യാമ്പയിൻ ചടങ്ങുകളും CDS-ഉം ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി എല്ലാ ADS-കളിലും അയൽക്കൂട്ടങ്ങളെ പുനരുജ്ജീവിപ്പിച്ചിട്ടുണ്ട്. അയൽക്കൂട്ട സംഗമം ചുവട്, അതായത് ഈ പുനരുജ്ജീവനം കഴിഞ്ഞ ഉടൻ തന്നെ നമുക്കറിയാം രജത ജൂബിലിയുടെ ഭാഗമായിട്ട് ചുവട് അയൽക്കൂട്ട സംഗമം എല്ലാ അയൽക്കൂട്ടങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിന്റെ ഭാഗമായി ചെയ്തത്, അതായത് വീണ്ടും ഒരു ഒരുമിച്ച് ചേരലിനും തുടർന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിരുന്നു അയൽക്കൂട്ട സംഗമം ചുവടിലൂടെ നടത്തി വന്നത്. ഭരണഘടനാ സാക്ഷരത, ഇപ്പോൾ ഭരണവർഗത്തിരിക്കുന്നവർക്ക് മാത്രമല്ല നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഭരണഘടനയെ കുറിച്ച് അറിവ് നൽകണമെന്നുള്ള കുടുംബശ്രീയുടെ ഒരു മിഷന്റെ ഭാഗമായിട്ട് അയൽക്കൂട്ട അംഗങ്ങളിലേക്കും ഭരണഘടനാ സാക്ഷരതയെക്കുറിച്ചുള്ള ഒരു അറിവ് എല്ലാ അയൽക്കൂട്ടങ്ങളിലേക്കും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാലിന്യമുക്തം ക്യാമ്പയിൻ ഇപ്പോൾ നടന്നു കഴിഞ്ഞൊരു പ്രവർത്തനമാണ് മാലിന്യമുക്തം ക്യാമ്പയിൻ, അല്ലെ? അത് വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് നടത്തി വന്നത്. അപ്പോൾ അതേക്കുറിച്ചും ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല. അടുത്തതാണ് ഏറ്റവും റീസണായ ഡിജി സാക്ഷരത. ഡിജി സാക്ഷരതയുടെ ആവശ്യം നമുക്ക് എത്രത്തോളമാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഞാൻ പറയാൻ തന്നെ അറിയാം. നമ്മളിന്ന് ഡിജിറ്റൽ യുഗത്തിലാണ് താമസിക്കുന്നത്. അതായത് എന്ത് കാര്യങ്ങളും നമ്മുടെ ഫോൺ, ആൻഡ്രോയിഡ് ഫോണിലൂടെ നമുക്ക് നേടാൻ കഴിയുന്നതാണ്. ബാങ്കിൽ പോകാതെ അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകളിലെ സേവനങ്ങളെല്ലാം തന്നെ നമുക്ക് ഒരു വിരൽത്തുമ്പിലൂടെ നേടാൻ കഴിയുന്നതാണ്. അത് എന്നാൽ
കുറച്ച് പ്രായമായ അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇത് എത്തിയിട്ടില്ല എന്നുള്ളത് ഇതിന്റെ പുറത്താണ് കുടുംബശ്രീ മിഷൻ അങ്ങനെ ഒരു കാര്യവും കുടുംബശ്രീയെ ഏൽപ്പിച്ചുകൊണ്ട് തന്നെ ജില്ലാ മിഷൻ കുടുംബശ്രീയെ ഏൽപ്പിച്ചുകൊണ്ട് തന്നെ ആ ഒരു ക്യാമ്പയിനും ഏറ്റെടുത്തത്. അതിന്റെ ഭാഗമായി തൊഴിലുറപ്പ് സൈറ്റുകളിലൂടെയും അയൽക്കൂട്ട അംഗങ്ങളിലൂടെയും ഒക്കെ ഒരു ആൻഡ്രോയിഡ് ഫോൺ എങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ വിവിധ സേവനങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള അറിവ് എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി ചെയ്തത്. പിന്നെ മറ്റൊരു കാര്യമായിരുന്നു തിരികെ സ്കൂൾ ക്യാമ്പയിൻ. നമ്മുടെ CDSും ഏറ്റെടുത്ത ഒരു ക്യാമ്പയിനായിരുന്നു തിരികെ സ്കൂൾ ക്യാമ്പയിൻ. ഇതിന്റെ ഭാഗമായി ചടങ്ങിലൂടെ 5 സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് നമ്മൾ ഈ പ്രവർത്തനം നടത്തിയത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, വിവിധ അയൽക്കൂട്ടങ്ങൾ വിവിധ യൂണിഫോമുകളൊക്കെ സ്വയം തയ്യാറാക്കി വെച്ച് 2 വശവും മുടിയൊക്കെ പിന്നിട്ട് വീണ്ടും ഒരു പഴയ കാലത്തിലേക്ക് അല്ലെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടാണ് ആ ഒരു ക്യാമ്പയിൻ നമ്മൾ അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ വന്നൊരു കാര്യമാണ് എന്നിടം. നമുക്കറിയാം, ഇത്തരമൊരു വേദി എല്ലാവർക്കും തന്നെ കൈകാര്യം ചെയ്യാൻ മടിയുണ്ടായിരിക്കും. ഞാൻ നേരത്തെ ഇവിടെ പരിപാടി നടന്ന സമയത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കുടുംബശ്രീ നമുക്ക് തന്നിരിക്കുന്ന മറ്റൊരു ഇടമായിരുന്നു എന്നിടം എന്ന പരിപാടി. അതായത് ഓരോ ADS തലത്തിലും ADSന്റെ ഭാഗമായി വരുന്ന അയൽക്കൂട്ട അംഗങ്ങളെ കലാകായികപരമായി മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയും അവരുടെ കഴിവുകൾ അവർക്ക് പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഓഫീസ് പ്രവർത്തനം എന്ന രീതിയിൽ എല്ലാ ADSകളിലും എന്നിടം സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കണ്ണങ്കോടൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന എന്നിടത്തിന്റെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ADS ആണ്. മറ്റു ADSകളിലും തുടർന്നുള്ള കാലയളവിൽ നല്ല സൗകര്യത്തോടുകൂടി ഇത്തരം കലാകായിക മേളകൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്ത് നമുക്ക് അതിന് ഇടപെട്ട് ഒരു സ്ഥല സൗകര്യം ഒരുക്കി തരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ എന്നിടത്തിന്റെ കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊന്നായിരുന്നു K4K. ജില്ലാ മിഷനിൽ നിന്ന് കൃത്യമായ അറിയിപ്പുകൾ വന്ന് ഗ്രൂപ്പ് തലങ്ങളിലേക്ക് K4Kന്റെ മെസ്സേജുകൾ പാസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിലേക്ക് എത്തുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. എന്നാൽ അത്തരം തൊഴിൽ ചെയ്യുന്നവർ ഒത്തിരിയുണ്ട്. പക്ഷേ അതിൻ്റെ വില എന്താണെന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂല്യം എന്താണെന്ന് അറിയാത്തതിനാലായിരിക്കാം കൂടുതൽ പേർ ആ രംഗത്തേക്ക് വരാത്തത്. എന്നാലും ചടയമംഗലം CDSന്റെ ഭാഗമായി 2 പേര് K4Kയുടെ പരിശീലനം പൂർത്തിയാക്കി നിലവിൽ നിൽക്കുന്നുണ്ട്. പിന്നെ വിവിധതരം മെഡിക്കൽ ക്യാമ്പുകൾ CDS ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട്. ബാലസഭയുടെ ഭാഗമായി നമുക്കറിയാം, കുടുംബശ്രീ എന്ന് പറയുന്നത് കുടുംബത്തിലെ സ്ത്രീകളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടല്ല, കുടുംബത്തിലെ കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 18നും 40നും ഇടയിലുള്ള ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കുടുംബത്തിൽ മൊത്തത്തിൽ ഏറ്റെടുത്തുകൊണ്ടാണ് കുടുംബശ്രീയുടെ പ്രവർത്തനം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ബാലസഭയുടെ ഭാഗമായി മൗലികം എന്ന പരിപാടി ഒരു പക്ഷേ ഇരിക്കുന്ന കുറച്ച് കുട്ടികളൊക്കെ അറിയാൻ കഴിയും. അവകാശ അവബോധ പരിപാടിയായിരുന്നു. അതായത് നമ്മളൊരു കുട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് സമൂഹത്തിൽ എന്തെല്ലാം അവകാശങ്ങളുണ്ട്, അത് നേടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള അറിവ് നമ്മൾക്ക് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് കുട്ടികളെ തന്നെ സമൂഹത്തിൽ നല്ല രീതിയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു മൗലികം എന്ന പരിപാടിയിലൂടെ നടത്തിയത്. അതുപോലെ തന്നെ മൈൻഡ് ബ്ലോവേഴ്സ്. കുട്ടികളുടെ മനസ്സിൽ നമ്മളെക്കാൾ ഒരു പക്ഷേ കൂടുതൽ ഐഡിയാസ് അവരുടെ മൈൻഡിലേക്കാണ്. അവരിൽ നിന്നും കൂടുതൽ സംരംഭ സാധ്യതകൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ ഒരു പ്രോജക്റ്റ് ആക്കിക്കൊണ്ട് അതിനെ നടപ്പിലാക്കുക എന്നുള്ളൊരു പ്രവർത്തനമായിരുന്നു മൈൻഡ് ബ്ലോവേഴ്സിലൂടെ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ചടയമംഗലം CDSന്റെ ഭാഗമായി ബാല പഞ്ചായത്ത് രൂപീകരിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു മേഖലയാണ് സംരംഭ മേഖല. സംരംഭ മേഖലയിൽ നമ്മൾ MEC, നമ്മുടെ CDSൽ ഒരു MEC പ്രവർത്തിക്കുന്നുണ്ട്. MEC അയൽക്കൂട്ടങ്ങളിലേക്ക് പോയി അവർക്ക് അവബോധ ക്ലാസുകൾ നൽകിക്കൊണ്ട് അതിന് ഓറിയന്റേഷൻ പരിപാടികൾ നടത്തി അതിന് ഓരോ മേഖലയെയും തിരിച്ചുകൊണ്ട് EDP എന്റർപ്രണർ ഡെവലപ്മെന്റ് പ്രോഗ്രാം നടത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായ ട്രെയിനിങ്ങുകൾ നൽകിക്കൊണ്ട് അവരെ കൊണ്ട് സംരംഭം ആരംഭിക്കുന്ന ഒരു രീതിയാണ്. ഈ രീതി കൃത്യമായി നമ്മുടെ CDSൽ ചെയ്തിട്ടുണ്ട്. നിരവധി തയ്യൽ പരിശീലനങ്ങൾ, ഫാസ്റ്റ് ഫുഡ് പരിശീലനങ്ങൾ ഇവയൊക്കെ CDSന്റെ ഭാഗമായി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണർവ് ക്യാമ്പയിന്റെ ഭാഗമായി നിർജീവമായ സംരംഭങ്ങളെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് CDS കൃത്യമായി ഇതുവരെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത്തരം സംരംഭങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് CEF, CIF അതുപോലെ തന്നെ PMFME ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക സപ്പോർട്ടുകളും ഈ ഗ്രൂപ്പുകൾക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ CDSന്റെ ഭാഗമായി ഒരു നാനോ മാർക്കറ്റ് ചടയമംഗലം ടൗൺ വാർഡിന്റെ ഒരു ഗ്രൂപ്പ് അംഗത്തിന്റെ കടയിൽ നാനോ മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. നാനോ മാർക്കറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് സ്ഥിരമായി കൊണ്ടുപോകാൻ വിൽക്കാൻ
വീടുകളിലേക്ക് നിങ്ങൾക്ക് സാധനങ്ങൾ കൊണ്ടെത്തിച്ച് അവരത് വിറ്റ ശേഷം അതിൽ നിന്ന് നിങ്ങളുടെ സംരംഭകരുടെ തുക നിങ്ങൾക്ക് നൽകുന്ന ഒരു രീതിയാണ്. ചടയമംഗലം ടൗൺ വാർഡ് അങ്ങനെ ഒരു നാനോ മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഇത്തരം സംരംഭകരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിപണന മേളകൾ സംഘടിപ്പിക്കാറുണ്ട്. ഇന്നിപ്പം നമ്മളുടെ കണ്ടുപുറത്ത് ഒരു ഓഫീസ് വിപണന മേള പോലെ തന്നെ ഇത്തരം പൊതുപരിപാടികളിലൊക്കെ ഞങ്ങൾ ഇതുപോലെ വിപണന മേള സംഘടിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ നാട്ടുചന്തകൾ, ആഴ്ചച്ചന്തകൾ, പിന്നെ ഫെസ്റ്റിവൽ മാർക്കറ്റ്സ് ഒക്കെ CDSന്റെ ഭാഗമായി നടത്തി വരുന്നുണ്ട്. 2023 ഓണം വിപണന മേളയിൽ ജില്ലയിലെ 2ാം സ്ഥാനവും ചടയമംഗലം CDSന് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇത്തരം സംരംഭങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ നൂതന ആശയങ്ങൾ കണ്ടെത്തി കൂടുതൽ സ്ത്രീകളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ മിഷൻ പൈലറ്റ് അടിസ്ഥാനത്തിൽ MERC ബ്ലോക്കായി തിരഞ്ഞെടുത്തത് ചടയമംഗലത്തിനെയായിരുന്നു. അതിൻ്റെ ചടയമംഗലത്ത് തന്നെയാണ് ഈ MERCയുടെ ആസ്ഥാന കേന്ദ്രം. നമ്മുടെ ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് മുകളിലായി അതിൻ്റെ പ്രവർത്തനം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല എങ്കിലും MERC പ്രവർത്തനം ചടയമംഗലം CDS നടന്നു വരുന്നുണ്ട്. പിന്നെ ഓക്സോ മീറ്റ് നമുക്കറിയാം, ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിന് മാത്രമാണ് അയൽക്കൂട്ടത്തിൽ ചേരാൻ കഴിയുക. അപ്പോൾ 18-നും 40-നും ഇടയിൽ വരുന്ന ആൾക്കാരെ ചേർത്തുകൊണ്ടാണ് ഓക്സിലറി ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുള്ളത്. 15 വാർഡിലെയും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ എല്ലാവരും വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിൽ നിൽക്കുന്നവരായിരുന്നായിരിക്കാം. അപ്പോൾ അവരെ വീണ്ടും ഒത്തൊരുമിച്ച് ചേർത്ത് അവർക്ക് വേണ്ടിയിട്ട് ഒരു സംരംഭ സാധ്യതകളൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഓക്സോ മീറ്റ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വയോജന സംഗമങ്ങൾ ജില്ലാ മിഷൻ കൃത്യമായി വയോജനങ്ങളെയും കുടുംബശ്രീ മിഷന്റെ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കഴിഞ്ഞ തവണ ബ്ലോക്ക് ലെവലിൽ മധുരം എന്ന പ്രോഗ്രാം ചടയമംഗലം, അഞ്ചൽ, പത്തനാപുരം സ്ഥലങ്ങളിലെ കുടുംബശ്രീകളുടെ വയോജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചടയമംഗലം ബ്ലോക്കിൽ വെച്ച് മധുരം എന്നുള്ള പേരിൽ ഒരു വയോജന സംഗമം നടത്തിയിരുന്നു. ഇപ്പോൾ തൊട്ടടുത്തായിട്ട് പഴമയും പുതുമയും എന്ന പേരിൽ ഓരോ CDSലും വയോജന സംഗമം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ചടയമംഗലം CDS ഏറ്റെടുത്തിട്ടുണ്ട്. അതിലുപരി ഏറ്റവും വലിയൊരു പ്രവർത്തനമായിരുന്നു ഉജ്ജീവനം എന്ന് പറയുന്നത്. അതായത് അതിദരിദ്ര കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് തൊഴിൽ മാർഗം കണ്ടെത്തി കൊടുക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു ഉജ്ജീവനം. അതിനുവേണ്ടി കുടുംബശ്രീ എന്താ ചോദിച്ചാൽ കുടുംബശ്രീ മെന്റർ അയൽക്കൂട്ടങ്ങളായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതായത് ഓരോ അതിദരിദ്ര കുടുംബാംഗത്തിന്റെയും തൊട്ടടുത്തുള്ള അയൽക്കൂട്ടങ്ങൾ മെന്റർ അയൽക്കൂട്ടങ്ങളായി നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ കൃത്യമായി CDSൽ അറിയിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ഇടപാടുകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. ചടയമംഗലം CDSൽ അതിന്റെ ഭാഗമായി 5 പേർക്ക് നമ്മൾ ഉജ്ജീവനത്തിന്റെ ഭാഗമായി തൊഴിൽ മാർഗം നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ കുടുംബശ്രീയുടെ മറ്റൊരു ഭാഗമാണ് ബഡ് സ്കൂൾ. നമ്മളിവിടെ കണ്ടു, ആദ്യം പരിപാടി ആരംഭിച്ചപ്പോൾ ബഡ് സ്കൂളിലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ അത്തരമൊരു ബഡ് സ്കൂൾ പ്രവർത്തിപ്പിക്കുന്നതിൽ കുടുംബശ്രീക്ക് എന്താണ് നമ്മൾ കുടുംബശ്രീയുടെ ഭാഗമായിട്ടാണ് ബഡ് സ്കൂളും പ്രവർത്തിക്കുന്നത് എന്നത് ഈ ഒരു അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. നമ്മുടെ ബഡ് സ്കൂളിലെ കുട്ടികളുടെ പേരൻസ് അനുഭവിക്കുന്ന മാനസികമായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് വിവിധ തരം അവബോധ ക്ലാസുകൾ ഡോക്ടർമാർ ത്രൂ അല്ലെങ്കിൽ സ്റ്റുഡൻറ് ജസ്റ്റിസ് ത്രൂ അവരുടെ എല്ലാത്തരം മേഖലയിലെയും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത്തരം അവയർനെസ് ക്ലാസുകൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബഡ്സ് ദിനാഘോഷം കഴിഞ്ഞ തവണ നമ്മൾ മാജിക് പ്ലാനറ്റിൽ പോയാണ് ആസ്വദിച്ചത്. ആ കുട്ടികളൊക്കെ മറക്കാനാകാത്ത ഒരു സംഭവമായി ഇരിക്കുന്നത് ആ ഒരു ബഡ്സ് ദിനാഘോഷമായിരിക്കാം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ നോട്ടീസിൽ നിങ്ങൾ കണ്ടു കാണും ജീവൻ ദീപം LICയുടെ ഒരു ഡെത്ത് ക്ലെയിം കൊടുക്കുന്ന കേസ്. അപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 810 അംഗങ്ങളായിരുന്നു ജീവൻ ദീപം LICയിൽ അംഗങ്ങളായത് എങ്കിൽ ഇത്തവണ 1706 പേർ ജീവൻ ദീപം LICയുടെ ഭാഗമായി ചേർന്നിട്ടുണ്ട്. ഇനിയും ഇതിലിരിക്കുന്നവർക്ക് ആ ഒരു LICയുടെ പ്രത്യേകത മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം 18 നമുക്ക് മരണം എപ്പോഴും സംഭവിക്കാവുന്ന ഒന്നാണ്. പക്ഷേ നമുക്ക് ഉറപ്പുവരുത്തുന്നതിൽ ചെറിയൊരു തുകയാണ് നമ്മൾ അടയ്ക്കുന്നത്. കഴിഞ്ഞ തവണ 174 ആയിരുന്നു എങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന ഇൻഷുറൻസ് തുക 1 ലക്ഷം, 45,000, 15,000 എന്നീ ക്രമത്തിൽ പ്രായപരിധിക്കനുസരിച്ച് താഴേക്ക് വന്നിരുന്നു. എന്നാൽ ഇന്ന് കുടുംബശ്രീ മിഷൻ മറ്റ് എല്ലാവരുടെയും ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുമാവണം തുകയിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഇൻഷുറൻസ് തുകയാണ് നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത്. അതായത് 18-നും 50-നും ഇടയിലുള്ളവർക്ക് 2 ലക്ഷം, 51-നും ഇടയിലും 60-നും ഇടയിലുള്ളവർക്ക് 80,000 ഈ ഒരു ക്രമത്തിൽ തുകയിൽ ഉയർത്തൽ വരുത്തിയിട്ടുണ്ട്.
പിന്നെ മറ്റു കാര്യമാണ് ജലജീവൻ മിഷൻ പ്രവർത്തനം. ജലജീവൻ മിഷൻ കുടുംബശ്രീ നമ്മൾ എന്താണെന്ന് ചോദിക്കും. അതിനെ കുടുംബശ്രീയാണ് അതിനെ സപ്പോർട്ടിംഗ് ഏജൻസിയായി നിന്നുകൊണ്ടാണ് നമ്മുടെയൊക്കെ വീടുകളിൽ കാണുന്ന കുടിവെള്ള പൈപ്പ് ലൈനുകൾ, അതിന് നമ്മുടെ CDSൽ RPമാരുണ്ടായിരുന്നു. അതിന് കൃത്യമായ അയൽക്കൂട്ടങ്ങളിൽ നിന്ന് ഏതൊക്കെ അയൽക്കൂട്ടങ്ങളിൽ അംഗങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള വിവരങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നെയാണ് ജലജീവൻ മിഷൻ പ്രവർത്തനവും നമ്മുടെ പഞ്ചായത്തിന് പൂർത്തീകരിച്ചിട്ടുള്ളത്. വിവിധതരം ചികിത്സാ ധനസഹായങ്ങൾ, സ്നേഹനിധികൾ, വയനാട് കൈത്താൻ. നമുക്കറിയാം വയനാട് കൈത്താനുള്ള മറ്റു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ജില്ലാ മിഷൻ അത്തരം അറിയിപ്പ് നൽകുന്നതിന് മുന്നേ തന്നെ ആ ഒരു പ്രവർത്തനം ഏറ്റെടുത്ത ഒരു CDS ആയിരുന്നു ചടയമംഗലം CDS. പിന്നെ പ്രവാസികളായിട്ടുള്ളവർക്ക് വിദേശത്തിൽ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയവർക്ക് വേണ്ടിയിട്ട് അവരെയും സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി സംരംഭം തുടങ്ങുന്നതിന് പേര് എന്നുള്ള പേരിൽ സാമ്പത്തിക ധനസഹായം, പലിശയില്ലാത്ത വായ്പ നൽകിക്കൊണ്ട് സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി അതിനും കുടുംബശ്രീ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചടയമംഗലം CDSും ആ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗം ആയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ജനകീയ ഹോട്ടലാണ്. ഈ ഒരു അവസരത്തിൽ വളരെ ഖേദപൂർവ്വം പറയുന്നു, നമ്മുടെ ജനകീയ ഹോട്ടൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ CDSന്റെ പ്രവർത്തനത്തിൽ മറ്റൊരു മുഖ്യ ഘടകം CDS മെമ്പേഴ്സാണ്. നിങ്ങളൊക്കെ ധരിക്കും CDS മെമ്പേഴ്സ് രാവിലെ ഓഫീസിൽ പോകുന്നവർക്ക് എന്താണ് ജോലി എന്നൊക്കെ. അതൊക്കെ പണ്ടുകാലത്തായിരിക്കാം. പക്ഷേ ഇപ്പോൾ കൃത്യമായ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് ട്രെയിനിങ്ങുകൾ നൽകിക്കൊണ്ട് 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഒക്കെ നീളുന്ന ട്രെയിനിങ്ങുകൾ നൽകിക്കൊണ്ട് തന്നെയാണ് അവരുടെയും പ്രവർത്തനം. അപ്പോൾ അതുകൊണ്ട് പഴയകാല പ്രവർത്തനങ്ങളിൽ നിന്നും എത്രത്തോളം കുടുംബശ്രീ പ്രസ്ഥാനം ഇന്ന് വളർന്നു എന്നുള്ളത് ഈ ഓരോ പ്രവർത്തനങ്ങൾ പറയുന്നതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരിക്കും. ഏറ്റവും അടുത്ത് നൽകിയ റൈസ് ക്യാമ്പയിൻ ഉൾപ്പെടെ ചടയമംഗലം CDSും ഏറ്റെടുത്തിട്ടുണ്ട്. അതിലുപരി അറിയിക്കാനുള്ള മറ്റൊരു കാര്യം, കഴിഞ്ഞ 2024-25 കാലയളവിൽ NRLM പദ്ധതിയുടെ ഭാഗമായി ഓരോ ബ്ലോക്ക് അടിസ്ഥാനത്തിലെയും ഓരോ CDSനെ വീതം മോഡൽ CDS ആയി തിരഞ്ഞെടുത്തപ്പോൾ ചടയമംഗലം ബ്ലോക്കിൽ ചടയമംഗലം CDSനെയാണ് പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ മോഡൽ CDS ആയി തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് ഈ ഒരു വേദിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം ഈ ഒരു റിപ്പോർട്ട് എല്ലാവർക്കും മുന്നിലും ചർച്ചയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. നമ്മുടെ വിശിഷ്ട വ്യക്തികളെല്ലാം തന്നെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതാണ്. ബഹുമാനിയായിട്ടുള്ള നമ്മുടെ ഉദ്ഘാടക കൂടിയായിട്ടുള്ള മിനിസ്റ്റർക്ക് മറ്റൊരു പരിപാടിയിൽ കൂടി പങ്കെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ ബഹുമാനത്തോടുകൂടി കേരളത്തിന്റെ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയും നമ്മുടെ MLA കൂടിയായിട്ടുള്ള ജെ ചിഞ്ചുറാണി അവരുടെ നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടുകൂടി ഈ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു.
പ്രിയങ്കരിയായ ഇവിടെ അനുശോചന പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ച ശ്രീമതി ശാലിനി, സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ശ്രീമതി ലത, അതോടൊപ്പം തന്നെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി ഗിരിജ വിദ്യാധരൻ, ബഡ് സ്കൂളിന് സ്പോർട്സ് പ്രകടനം നടത്തുന്ന അഡ്വക്കേറ്റ് സാംഖ്യകാരിയൻ, മുൻകാല ചെയർപേഴ്സണെ ആദരിക്കുന്ന ശ്രീ ആർ വിമൽ ചന്ദ്രൻ, ജില്ലാ മിഷൻ കോർഡിനേറ്റർ, തിരികെ സ്കൂൾ പരിപാടിയുടെ ഭാഗമായുള്ള സ്കൂൾ സ്കൂളുകൾക്ക് ആദരവ് നൽകുന്ന പ്രിയങ്കരനായ ബ്ലോക്കിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഹരി വി നായർ, LIC ജീവൻ ദീപം ഡെത്ത് ക്ലെയിം വിതരണം ചെയ്യുന്ന ശ്രീമതി സെലീന, ഏറ്റവും മുതിർന്ന ഹരിതകർമ്മ സേനാംഗത്തെ ആദരിക്കുന്ന ശ്രീ ഉമേഷ്, മുൻ അക്കൗണ്ടിനെ ആദരിക്കുന്ന ശ്രീ എ രാജു, പ്രിയങ്കരായ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, അതോടൊപ്പം തന്നെ ത്രിതല പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട ബാങ്കിൻ്റെ പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരായിട്ടുള്ള ആൾക്കാർ, പ്രിയങ്കരായ കുടുംബശ്രീ അംഗങ്ങളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷപൂർവ്വമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഉച്ചയ്ക്ക് തന്നെ നമ്മൾ ഈ ഹാള് നിറഞ്ഞത് ഞാൻ 2:30 ഏകദേശം 2:30 വന്നപ്പോൾ ഈ ഹാള് വളരെയധികം സന്തോഷമുണ്ട്. നമുക്കറിയാം ഇന്ന് CDSൻ്റെ വാർഷികം, അതോടൊപ്പം തന്നെ നമ്മുടെ വാർഷികം ആഘോഷിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ഇന്ന് കേരളത്തിൽ കുടുംബശ്രീ നമുക്കറിയാം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ട് 1998 രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ കുടുംബശ്രീ. ഇതേക്ക് 27 വർഷം തികഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളത് നാം ഈ അവസരത്തിൽ ചിന്തിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ കേരളത്തിൽ കുടുംബശ്രീ രൂപപ്പെട്ടത് ചില പഞ്ചായത്തുകളിൽ മാത്രമാണ്. പൈലറ്റ് പ്രോജക്റ്റ് എന്ന നിലയ്ക്കത് വരികയും ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും അത് വ്യാപകമായ നിലയിൽ അതിനെ കൊണ്ടെത്തിക്കുവാൻ സാധിച്ചത് സ്ത്രീ ശാക്തീകരണ രംഗത്ത് മറ്റൊരു മേഖല സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം ഇന്ന് പോവുകയാണ്. നമ്മുടെ കുടുംബശ്രീ എന്ന് പറയുമ്പോൾ അത് രാജ്യത്തിന് മാതൃകയായ നിലയിൽ വരുന്ന ഒരു കാലഘട്ടമാണ് എന്ന് സൂചിപ്പിച്ചു. അടിത്തട്ടിൽ അയൽക്കൂട്ടങ്ങളാണ് നമ്മുടെ പ്രദേശങ്ങളിലുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇടപെടുവാനും അത് പരിഹരിക്കുവാനുമുള്ള സംവിധാനത്തിലേക്ക് നമ്മുടെ ഈ അയൽക്കൂട്ടങ്ങൾ എത്തിയിട്ടുള്ളത്. ഏറ്റവും ഉദാഹരണം ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ ആ കാലഘട്ടത്തിൽ ഞാനൊക്കെ ജനപ്രതിനിധികളായിരുന്നു ത്രിതല പഞ്ചായത്തിൽ. അന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ ചിലപ്പോൾ അത്യാവശ്യത്തിന് വെള്ളമടിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ കാണും. അപ്പോൾ അതിനകത്ത് ഉൾപ്പെടെ ഇടപെടുവാൻ സാഹചര്യം അന്നത്തെ കുടുംബങ്ങൾ അത് അത്യാവശ്യം എഴുതി വയ്ക്കാതെ തന്നെ ആ CDSൻ്റെ ചെയർപേഴ്സൺ ഇവിടെ അവതരിപ്പിക്കുവാൻ കഴിയും. ചില പരിപാടികൾ മാത്രം പ്രത്യേകം ഊന്നൽ കൊടുത്ത് കേട്ടെങ്കിലും ബാക്കിയുള്ളതെല്ലാം നമ്മുടെ സമൂഹത്തിന് ഉതകുന്ന തരത്തിൽ അത് തിരിച്ച് മടക്കി നമുക്ക് ബാങ്കിൽ അടയ്ക്കുവാൻ കഴിയും. അതൊരു വലിയ മാറ്റമാണ്. ഇവിടുത്തെ കുത്തക കോർപ്പറേറ്റുകളൊക്കെ കോടിക്കണക്കിന് രൂപ പോയി ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കുവാൻ പറ്റാത്തൊരവസ്ഥ നേരിടുമ്പോൾ നമ്മുടെ പാവപ്പെട്ട കുടുംബശ്രീ അംഗങ്ങൾ അവരെടുക്കുന്ന ലോണുകൾ വളരെ കൃത്യതയോടുകൂടി അവർക്ക് തിരിച്ചടയ്ക്കുവാൻ കഴിയുമോ എന്നുള്ള ഒരു വലിയ പ്രത്യേകത നമ്മുടെ കേരളത്തിലെ കുടുംബശ്രീയെ സംബന്ധിച്ചുണ്ട്. എല്ലാം നിറഞ്ഞു നിന്നത് കുടുംബശ്രീയാണ് എന്ന് പറഞ്ഞാൽ അവർ മുഴുവൻ യോഗങ്ങളിൽ പങ്കെടുത്തു എന്നുള്ളതല്ല. കുടുംബശ്രീയുടെ ഉൾപ്പെടെ നമ്മുടെ കേരളത്തിലെ വിവിധ വകുപ്പുകളുടെ പ്രദർശനങ്ങൾ ഉൾപ്പെടെ വന്നപ്പോൾ, പവലിയൻ ഉൾപ്പെടെ ഉയർന്നു വന്നപ്പോൾ അതിനകത്തൊരു മേഖലയിൽ മാറി നിന്നത് കുടുംബശ്രീക്കാരാണ്. അവർ അവരുടെ അവർ നേടിയെടുത്ത നൈപുണ്യങ്ങൾ, അവർ നേടിയെടുത്ത കുടുംബശ്രീയുടെ ഭക്ഷണമേളയാണ് എന്ന് പറഞ്ഞാൽ അവിടെ വരുന്നവർ മുഴുവൻ കുടുംബശ്രീയുടെ ഭക്ഷണവും കഴിച്ച് തിരിച്ചു പോകുന്നത് എന്തോ ഒരു ബഹളമാണെങ്കിലും അവിടെ ഇത്രയും ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ എത്തി കുടുംബശ്രീയുടെ ഭക്ഷണം ഉൾപ്പെടെ കഴിക്കുവാൻ, അത് വിധിച്ചു പോകുവാൻ, അതിന് നല്ല അഭിപ്രായങ്ങൾ പറയുവാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ രാഷ്ട്രപതി കേരളത്തിൽ വന്നപ്പോൾ കുടുംബശ്രീയുടെ ഒരു ബൃഹത്തായ പരിപാടിയിൽ പങ്കെടുത്ത് അവർ നടപ്പിലാക്കുന്ന പദ്ധതികളും ഒക്കെ കേട്ടപ്പോൾ ആ രാഷ്ട്രപതി പറഞ്ഞു ഇത് രാജ്യത്തിന് മാതൃകയാണ് ഈ കുടുംബശ്രീ എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതി ഉൾപ്പെടെ നമുക്ക് കാണുവാൻ കഴിയും. അതൊന്നും ഒട്ടും നിസ്സാരമല്ല എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ ഒരു വലിയ ദുരന്തം വയനാട് ജില്ലയിലുണ്ടായി. 100-400 പേര് ഉറപ്പിച്ച് പറയുകയാണ്.
അതോടൊപ്പം തന്നെ ഇന്ന് ഏറ്റവും മികച്ച കുടുംബശ്രീ മിഷൻ നമ്മുടെ സംസ്ഥാനത്ത് അത് 1000 എണ്ണം ഒരു കുടുംബം കൊടുക്കുക. ആ യൂണിറ്റിലെ ഒരാൾ താല്പര്യപൂർവ്വം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കതിനെ വളർത്തുവാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ തീർച്ചയായിട്ടും അതിന് ജില്ലാ മിഷൻ ഉൾപ്പെടെ 50,000 രൂപ അത് കിട്ടുവാനും എടുക്കുവാനും കൊടുത്ത് ഞാൻ ഇപ്പോഴും നോക്കുന്നു. പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനും അവർക്ക് ചെറിയ സഹായങ്ങൾ ഉൾപ്പെടെ കൊടുക്കുവാൻ ഇന്ന് തയ്യാറായിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ അതിന് ഇറച്ചിയാക്കി സംസ്കരിച്ച് കൊടുക്കുവാനും തയ്യാറായി കേരളത്തിലെ കുടുംബശ്രീകൾ ഇന്ന് ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, പലപ്പോഴും പുറത്ത് വിപണിയിൽ നല്ല വിലയ്ക്ക് ഈ കോഴികളെ വിൽക്കുമ്പോൾ കുറഞ്ഞ വിലയ്ക്ക് ഇതിനെ വളർത്തി ഉത്പാദിപ്പിച്ച് ഇറച്ചി കൊടുക്കുവാൻ സൗകര്യപ്രദമായ നിലയിൽ കേരളത്തിലെ ഈ കുടുംബശ്രീ ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത്. കേരള ചിക്കൻ ഇന്ന് വളരെ പ്രാബല്യത്തിൽ ഇന്ന് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവുമാണ് ഞാൻ സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒട്ടേറെ കാര്യങ്ങളിലേക്ക് കിടക്കുന്നത് നമ്മുടെ ഈ സ്റ്റേജിൽ നിറയെ നേതാക്കന്മാരായിട്ടുള്ള നമ്മുടെ തന്നെ ത്രിതല പഞ്ചായത്തിന്റെ പ്രതിനിധികളെല്ലാം ഉണ്ട്. എല്ലാവർക്കും നിങ്ങളോട് പങ്കെടുക്കുവാൻ, അവരുടെ എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കുവാൻ മന്ത്രിയാകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന ഒരാളാണ്. അതുകൊണ്ട് കുടുംബശ്രീയെ കുറിച്ച് നല്ല ഒരു പരിജ്ഞാനം ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബശ്രീ ഇടുന്ന എല്ലാ പരിപാടികളിലും പങ്കെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം പലപ്പോഴും കാണിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് താമസിച്ചു പോലും നിങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കണം, നിങ്ങളോട് 2 വാക്ക് പറയണം എന്ന തലത്തിൽ ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തത്. തീർച്ചയായിട്ടും ഇത്രയും മെച്ചമായ നിലയ്ക്ക് നമ്മുടെ ഈ CDS താഴെത്തട്ടിലെ ADSനെയും അയൽക്കൂട്ടത്തിനെയും എല്ലാം വളരെ കൃത്യതയോടുകൂടി അവരെല്ലാം ഇവിടെ എത്തിക്കുവാൻ, ഈ ഒരു നിറഞ്ഞ സദസ്സ് ഇവിടെ നമുക്ക് കൊണ്ടുവരുവാൻ സാധ്യമായത് തീർച്ചയായിട്ടും CDSന്റെയും ADSന്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിന്റെയും ഒക്കെ നേതൃത്വത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അതിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ ഈ CDSന്റെ വാർഷിക ആഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും അവിടെ തന്നെ ഇരിക്കണം. ഉദ്ഘാടനം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇതിൽ നിന്ന് പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇത് കുടുംബശ്രീയുടെ പരിപാടിയാണ്. ദയവ് ചെയ്ത് നിങ്ങളുടെ പരിപാടി അവസാനിച്ചിട്ടില്ല. നമ്മുടെ കുട്ടികളുടെ കലാപരിപാടി അടക്കം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാണ് ഇതെല്ലാം അവതരിപ്പിക്കുന്നത്? ബഹുമാനിയായിട്ട് മന്ത്രി മാത്രമേ ഇവിടുന്ന് പോയിട്ടുള്ള വിശിഷ്ട വ്യക്തികളെല്ലാം തന്നെ സ്റ്റേജിലിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ കുറച്ച് സമയം കൂടി ഇവിടെ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനിയായിട്ടുള്ള കുടുംബശ്രീ CDSന്റെ ചെയർപേഴ്സൺ ശ്രീമതി ഷാലിമ, അനുശോചന പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ച CDSന്റെ മുൻ ചെയർപേഴ്സൺ ശ്രീമതി ശാലിനി, ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനിയായിട്ടുള്ള ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി, മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഏറെ ബഹുമാനിയായിട്ടുള്ള പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ, കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും നമ്മുടെ ഡിവിഷൻ മെമ്പർ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് സാമ്യ ഡാനിയൽ അവർ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാനിയായിട്ടുള്ള വൈസ് പ്രസിഡന്റ് ഹരിവി നായർ, ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനിയായിട്ടുള്ള വൈസ് പ്രസിഡന്റ് എ രാജു അവർ, ജില്ലാ മിഷൻ കോർഡിനേറ്റർ കൊല്ലം കുടുംബശ്രീ ജില്ലാ മിഷന്റെ പ്രിയപ്പെട്ട വിമൽ സാർ, കുടുംബശ്രീയുടെ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ശ്രീ ഉന്മേഷ് പി, അതുപോലെ തന്നെ എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള ജനപ്രതിനിധികൾ, ഏറെ ബഹുമാന്യനായിട്ടുള്ള CPIMന്റെ ഏരിയ ചടയമംഗലം ഏരിയ കമ്മിറ്റി അംഗം സഖാവ് ഡി സന്തോഷ്, CPIMന്റെ കോരേടം LC സെക്രട്ടറി സഖാവ് AG രമണൻ, CPIയുടെ ചടയമംഗലം LC സെക്രട്ടറി ശ്രീ അജയൻ, CPIയുടെ
CPIയുടെ പോരാടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് പത്മകുമാർ, ചടയമംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെ ബഹുമാന്യനായിട്ടുള്ള പ്രസിഡന്റ് വിപിൻപിള്ള അവർ, BJPയുടെ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ശ്രീ മോഹനൻപിള്ള, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് രാധാകൃഷ്ണപിള്ള അവർ, ഏറെ ബഹുമാന്യരായിട്ടുള്ള CDS മെമ്പർമാർ, ADS അംഗങ്ങൾ, ഏറെ പ്രിയപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകരെ, ഏറെ ബഹുമാന്യരെ, നമുക്കറിയാം നമ്മുടെ കുടുംബശ്രീ രൂപീകൃതമായിട്ട് ഏകദേശം 27 വർഷങ്ങൾ പിന്നിടുന്ന കാലയളവിലാണ് നമ്മൾ ഈ CDSന്റെ വാർഷികം ചടയമംഗലത്ത് ആഘോഷിക്കുന്നത്. ഈ ഭരണസമിതി വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വലിയ വാർഷിക പരിപാടി നമ്മുടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വളരെ സന്തോഷമുണ്ട്. കാര്യം ഞങ്ങളുടെ പഞ്ചായത്ത് അംഗത്തിന്റെ പാട്ടോടുകൂടിയാണ് ഇന്നത്തെ ഉദ്ഘാടന യോഗം ആരംഭിച്ചത്. അതുപോലെ ഞങ്ങളുടെ അഭിമാനമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബഡ് സ്കൂൾ കുട്ടികളുടെ കലാപരിപാടി അടക്കം ഇവിടെ ഉണ്ടായിരുന്നു. നേരത്തെ ഇവിടെ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ സ്ത്രീ ശാക്തീകരണവും ദാരിദ്ര്യ ലഘൂകരണവും മുൻനിർത്തിക്കൊണ്ട് 1998 മലപ്പുറത്ത് രൂപീകൃതമായ ഈ പ്രസ്ഥാനം ഈ 27 വർഷം പിന്നിടുമ്പോൾ സ്ത്രീ ശാക്തീകരണ മേഖലയിലും അതുപോലെ ദാരിദ്ര്യ ലഘൂകരണത്തിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വളരെയേറെ മുൻപോട്ട് പോകുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ വാർഡുകളിലും ADS വാർഷികം ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനും ഒരു ADS വാർഷികത്തിൽ പങ്കെടുത്തു, കണ്ണങ്കോട് വാർഡിൽ. അവിടെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ അവിടുത്തെ ചെയർപേഴ്സൺ ആ വാർഡിൽ ഏകദേശം കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ കുടുംബശ്രീ സഹോദരിമാരുടെ സമ്പാദ്യമായിട്ടുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ 27 വർഷങ്ങൾക്ക് മുമ്പ് ഈ കുടുംബശ്രീ രൂപീകൃതമാകുന്ന സമയത്ത് നമുക്കിതുപോലെ വേദിയിലിരിക്കാനോ പ്രസംഗിക്കാനോ ഒന്നും ധൈര്യമില്ല. ഒരുപക്ഷെ അതിൽ നിന്നുള്ള സാഹചര്യം ആരും നമുക്ക് തന്നിട്ടുമില്ല. എന്നാൽ നമ്മുടെ ഈ പ്രസ്ഥാനം ഇത്രയും വലിയ ഒരു പ്രസ്ഥാനമായി മാറുന്ന സാഹചര്യത്തിൽ ഞാനും നിങ്ങളും എല്ലാം തന്നെ ഇത്തരത്തിൽ പുരുഷന്മാരോടൊപ്പം വേദി പങ്കിടുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും അതിലെല്ലാം വളരെ സന്തോഷമുണ്ട്. അതിലെല്ലാം തന്നെ നമ്മുടെ വനിതകളെ മുൻപോട്ട് കൊണ്ടുവന്നതിന്റെ ഏറ്റവും വലിയ പങ്കാളിത്തം നമ്മുടെ കുടുംബശ്രീക്കാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ കുടുംബശ്രീ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരുപാട് മുന്നേറി എന്ന് പറഞ്ഞാലും ഇപ്പോഴും നമ്മളൊരു പരിപാടിക്ക്, ഇതുപോലുള്ള ഒരു പൊതു പരിപാടിക്ക് വന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞാൽ ഉടനെ തന്നെ എണീറ്റ് പോകുന്ന ഒരു സ്വഭാവം ഇപ്പോഴും നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർക്ക് കാണാൻ സാധിക്കും. അത് ദയവ് ഒഴിവാക്കി ഇത് നമ്മുടെ പരിപാടിയാണ്, 4 വർഷത്തെ നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. ഇത് നമ്മളാണ് നടത്തേണ്ടത് എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി ഈ പരിപാടി അവസാനിക്കുന്നത് വരെ നിങ്ങൾ എല്ലാവരും ഈ വേദിയിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കാര്യങ്ങളിലേക്കും കടക്കാതെ ഇവിടുത്തെ സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനിയായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ ASM അതുപോലെ നമ്മുടെ കുടുംബശ്രീയുടെ ചുമതലക്കാരി കൂടിയായിട്ടുള്ള നമ്മുടെ ലത സാറിനെ ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇപ്പൊ പരിപാടിയിലൊരു മാറ്റം, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനും അല്പം നേരത്തെ പോകേണ്ടതായിട്ടുണ്ട്. ബഹുമാനിയായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ലളിത വിദ്യാധരൻ അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനിയായ യോഗത്തിന്റെ അധ്യക്ഷ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ലിനീശ്വരി, സ്വാഗതം ആശംസിച്ച CDSന്റെ ചെയർപേഴ്സൺ, നമ്മുടെ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനിയായിട്ടുള്ള മന്ത്രി ശ്രീമതി ജിജു റാണി, വേദിയിലിരിക്കുന്ന മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാംഖ്യറാണി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിട്ടുള്ള ഹരിണി നായർ, ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് JB ബിന്ദു, അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ടുള്ള ശ്രീമതി ES രമാദേവി, വേദിയിലിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാർ,
വൈസ് പ്രസിഡന്റ്, രാഷ്ട്രീയ പാർട്ടിയുടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാർ, ഏറ്റവും ബഹുമാനീയനായിട്ടുള്ള നമ്മുടെ DMC ആയിട്ടുള്ള ശ്രീ വിമൽ ചന്ദ്രൻ, ADADMC, അതുപോലെ തന്നെ ഏറെ പ്രിയപ്പെട്ട CDS അംഗങ്ങൾ, ADSന്റെ ഭാരവാഹികൾ, കുടുംബശ്രീയിലെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ബഹുമാനിയരെ, നമ്മളെ ഒന്ന് ശ്രദ്ധിക്കണേ. നമുക്ക് കുറച്ച് അച്ചടക്കം വേണം. വർഷം 27ആയി. വേണ്ടേ? പോകുന്നവർ പോവുക, ബാക്കിയുള്ളവർ നിശ്ചലമായിരിക്കുക. ഒരു ജില്ലയുടെ നിങ്ങളുടെ നേതാവായിട്ടുള്ള ശ്രീ വിമൽ ചന്ദ്രൻ ഈ വേദിയിലിരിക്കുക എന്ത് ധരിക്കും ചടയമംഗലത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. നാണക്കേടല്ലേ? പൊതി എല്ലാവർക്കും കിട്ടും, ഒരു സംശയമില്ല. എല്ലാവരുടെ കയ്യിലും പൊതി കിട്ടും, കുപ്പിയിൽ വെള്ളവും കിട്ടും. അതറിയണമെങ്കിൽ നിങ്ങളൊരു വേദിയിൽ പങ്കെടുക്കും, നിങ്ങൾ സംസാരിക്കാൻ ഇരിക്കുമ്പോൾ ബാക്കിയുള്ളവർ ബഹളം വെച്ചാൽ എങ്ങനെ ഇരിക്കുമോ? ഇന്ന് രാത്രി വീട്ടിൽ പോയി നിശബ്ദമായിരിക്കുമോ എന്ന് ആലോചിച്ച് നോക്കണം. ബഹുമാനിരി, നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം രൂപീകൃതമായിട്ട് 27 വർഷമാണ്. അതിന്റെ ഭാഗമായി കേരളത്തിലെ 13 ജില്ലകൾക്കാകെ മാതൃകയായിക്കൊണ്ട് കുടുംബശ്രീ പ്രസ്ഥാനം നമ്മുടെ ജില്ലയിൽ മാതൃക കാണിച്ചതിന്റെ അംഗീകാരം നേടിയ ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഉൾപ്പെടെയാണ് വേദിയിലിരിക്കുന്നത്. കുടുംബശ്രീ പ്രസ്ഥാന മാതൃകയിൽ നടത്തിയതിന് കേരള സംസ്ഥാനത്തിന്റെ അംഗീകാരം നേടിയത് നമ്മുടെ ജില്ലയ്ക്കാണ്. നമ്മുടെ CDS അടക്കം അതിൽ ഭാഗവാക്കാകേന്റെ ഭാഗമായി അത് നമ്മൾ അഭിമാനത്തോടുകൂടിയാണ് ഓരോ കുടുംബശ്രീ അംഗവും കാണുന്നത്. നമ്മുടെ ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഞാൻ കേട്ട്, ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ CDS നമ്മുടെ ജില്ലയ്ക്കാകെ മാതൃകയായി നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് പോകുന്നത്. ബഡ് സ്കൂളിന്റെ കാര്യമായാലും അതുപോലെ തന്നെ നമ്മുടെ വിവിധ മേഖലകളിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ സഹോദരിമാരെ സഹായിക്കുന്നതിന് വേണ്ടി, വയോജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി, ബാലസഭകളെ കൗമാരപ്രായക്കാരെ അടക്കം സഹായിക്കുന്നതിനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിന് ആവശ്യമായ ഒട്ടേറെ നിലപാടുകൾ എടുത്തുകൊണ്ടാണ് ചടയമംഗലം CDS പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ 27 വർഷക്കാലമായി നമ്മുടെ സ്ത്രീകളിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം നിസ്സാരമൊന്നുമല്ല. തുടക്കത്തിലൊക്കെ ഭാഗവാക്കിയ ഒരാളാണ് ഞാൻ. വളരെയധികം ബുദ്ധിമുട്ടാണ് 10 സ്ത്രീകളെ നമുക്ക് സംഘടിപ്പിക്കുവാൻ. അഥവാ സംഘടിച്ച് തന്നെ ഒരു സമൂഹത്തിൽ ഇറങ്ങി അവർക്ക് കൊടുക്കുന്ന ചില പേരുകളുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ചെറിയ സഹോദരിമാരും സഹോദരന്മാരും. അതെല്ലാം മാറിക്കൊണ്ട് സ്ത്രീകൾ ഇറങ്ങി നടക്കുന്ന സാമൂഹികമായിട്ടുള്ള മാറ്റത്തിന് വേണ്ടിയാണ്, സാംസ്കാരികപരമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് അഭ്യസ്തവിദ്യരായിട്ടുള്ള ധാരാളം സ്ത്രീകൾ വിവിധ മേഖലകളിൽ, വിധവകളായിട്ടുള്ളവർ, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ എല്ലാ പ്രവൃത്തികളിൽ നിന്ന് പങ്കെടുത്തുകൊണ്ട് നൂറുകണക്കിനല്ല 10,000-കണക്കിന് സ്ത്രീ കൂട്ടായ്മയുണ്ട്. ഇന്ന് നമ്മുടെ ഏതൊരു പരിപാടി എടുത്തിരുന്നാലും അതിന്റെ മുന്നിൽ നിൽക്കുന്നത് കുടുംബശ്രീയാണ്. ഏത് മേള നടത്തിയാലും അവിടെ കുടുംബശ്രീയുടെ ഫുഡ് കഴിക്കുവാൻ വിദേശികളടക്കം വന്ന് കിടന്ന് തള്ളുന്നത് നമ്മൾ കണ്ടതാണ്. കൊല്ലത്ത് നടന്നിട്ടുള്ള പരിപാടികളിൽ, സ്റ്റേറ്റിൽ നടക്കുന്ന പരിപാടികളിൽ, ഗവൺമെന്റ് പ്രോഗ്രാമിലെല്ലാം വളരെ രുചികരമായ ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള രീതിയിൽ നന്നായി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് നല്ല ഫുഡ് കൊടുക്കുവാനും, കലാപരിപാടികൾ അവതരിപ്പിക്കുവാനും, സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിക്കുവാനും നമ്മുടെ സമൂഹം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയമാണ് ലഹരി. ആ ലഹരിയുടെ ഉപയോഗത്തെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കഥാരൂപത്തിൽ, കവിതാരൂപത്തിൽ ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് സാമൂഹികമായിട്ടുള്ള മാറ്റത്തിന് വേണ്ടിയാണ് കുടുംബശ്രീ നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ചുള്ള DMCയുടെ സൂചിപ്പിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയധികം സ്ത്രീകളെ നമുക്ക് പങ്കെടുപ്പിച്ചുകൊണ്ട് അവരിലുണ്ടായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കുറെ അച്ചടക്കങ്ങളുണ്ട്. ബാങ്കുകളെ സംബന്ധിച്ച് ഏറ്റവും സ്ത്രീകളിൽ ആവശ്യപ്പെടുന്ന ഏത് ഗ്രൂപ്പിന് ലോൺ കൊടുക്കുവാൻ ബാങ്ക് മാനേജർമാർ തയ്യാറാണ്. കൃത്യമായ ലോൺ അടവുണ്ട്, കൃത്യമായുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. പക്ഷേ ഗ്രൂപ്പുകൾ എടുത്ത് പരിശോധിച്ചാൽ ഞാനാണോ വലുത്, നീയാണോ വലുതെന്നുള്ള രീതിയിലുള്ള ആ ഒരു പെരുമാറ്റം പല ഗ്രൂപ്പുകളെ തമ്മിലടുപ്പിക്കുന്ന സ്ഥിതിയുണ്ട്. ചടയമംഗലത്ത് അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല. ഗ്രൂപ്പുകളെ സംബന്ധിച്ച് നമ്മൾ കൂട്ടായി തീരുമാനമെടുത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ ലോൺ എടുക്കും. 20 ലക്ഷം 15 ലക്ഷം രൂപയെടുത്ത് തുല്യമായി വീതം വെച്ച് പൈസകൾ എടുത്തു കഴിഞ്ഞ് ചിലർ അടയ്ക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ.
അതിന്റെ ഭാഗമായി ആ ഗ്രൂപ്പാകെ ശിഥിലീകരിച്ചു പോകുന്ന അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ കാലാകാലങ്ങളെ ഒരാൾ തന്നെ സെക്രട്ടറിയെ, ഒരാൾ തന്നെ പ്രസിഡന്റായിരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചില അസ്വാരസ്യങ്ങൾ പലതുമുണ്ട്. പിന്നെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾ ചർച്ച ചെയ്യപ്പെടേണ്ട വേദി എന്ന് പറഞ്ഞ കുടുംബശ്രീ ഗ്രൂപ്പുകളാണ്. നമ്മളവിടെ ചർച്ച ചെയ്യപ്പെടണം. അവിടെ നമ്മൾ കമ്മിറ്റി കൂടുമ്പോൾ 50 രൂപ കൊണ്ടുവരാൻ ഒരാൾ കുറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കെതിരെ നടപടിയെടുത്തുകൊണ്ട് ഉള്ളവരെ പലരെയും ശത്രുവാക്കുന്ന സമീപനങ്ങൾ എടുക്കുന്ന ചില പ്രദേശങ്ങളുണ്ട്. കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ പരസ്പര സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും അംഗീകാരത്തിന്റെയും ഒക്കെ ഭാഗവാക്കായി മാതൃക കാണിക്കേണ്ടവരാണ് നമ്മുടെ കുടുംബശ്രീ. വ്യത്യസ്ത അച്ഛനമ്മമാർക്ക്, വ്യത്യസ്ത ആചാര അനുഷ്ഠാനങ്ങളുള്ള വ്യത്യസ്ത മാതാപിതാക്കൾക്ക് ജനിച്ചിട്ടുള്ള നമ്മൾ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായിട്ട് ഒരേ ലക്ഷ്യത്തോടു കൂടിയാണ് കുടുംബശ്രീ എന്ന പ്രസ്ഥാനം കൊണ്ടു നടക്കുന്നത്. അത് കുറച്ചുകൂടി ജനകീയമായിക്കൊണ്ട് ഒരേ സ്ത്രീകളെ പരമാവധി ഒരു വാർഡിലുള്ള മുഴുവൻ ആളുകളെയും കുടുംബശ്രീ അംഗങ്ങളാക്കിക്കൊണ്ട് വളരെ മാതൃകാപരമായി നമുക്ക് മുന്നേറാൻ കഴിയണം. തൊഴിൽ സഭകൾ, അതുപോലെ തന്നെ സ്ത്രീകളുടേതായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള തൊഴിൽ സംരംഭങ്ങൾ സംഘടിപ്പിക്കണം. ആ സംരംഭങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് തൊഴിൽ വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം മാറണം. അതിനാവശ്യമായ എല്ലാ സഹായവും കേരളത്തിലെ ഗവൺമെന്റ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ ലോക രാജ്യങ്ങൾക്ക് കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം മാതൃകയാണ്. ചിട്ടയായ മാതൃകകളോടുകൂടി ഇപ്പൊ ഞങ്ങൾ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഒരു പദ്ധതി വെച്ചിരിക്കുകയാണ്. നമ്മുടെ സർഗോത്സവം, കുടുംബശ്രീ, തൊഴിലുറപ്പിലെ സഹോദരിമാർ, ആശാപ്രവർത്തകർ, അംഗൻവാടി സഹോദരിമാർ, അതുപോലെ തന്നെ ഹരിതകർമ്മസേന, ആ വിഭാഗത്തിലെ സ്ത്രീകളെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ അന്തർലീനമായിട്ടുള്ള കലാവാസനകളെ, അവരെ കഴിവുകളെ മിനുക്കിയെടുക്കുന്നതിന് ആവശ്യമായ ഒരു 1-2 ദിവസത്തെ പ്രോഗ്രാം എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി റിലാക്സ് ചെയ്ത് പോകുന്ന പരിപാടി ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ആ തരത്തിൽ സ്നേഹത്തോടുകൂടി, പരസ്പര വിശ്വാസത്തോടുകൂടി, ബഹുമാനത്തോടുകൂടി, തികഞ്ഞ സാമ്പത്തിക അച്ചടക്കത്തോടുകൂടി പോയി കഴിഞ്ഞാൽ ചടയമംഗലത്തെ വെല്ലുവാൻ നമ്മുടെ മണ്ഡലത്തിൽ ഒരു കുടുംബശ്രീ പ്രസ്ഥാനത്തിന് കഴിയില്ല. എണ്ണിയാൽ ഒടുങ്ങാത്ത സംരംഭങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും സാധ്യത എന്ന് പറയുന്നത് ജഡായുവാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും വിനോദസഞ്ചാരികൾ വരുന്ന പഞ്ചായത്ത് എന്ന് പറയുന്നത് ചടയമംഗലമാണ്. അപ്പൊ നമ്മൾ ചടയമംഗലത്തെ കുടുംബശ്രീ ഇങ്ങനെ പോയാൽ പോലെ ജഡായുവിന്റെ ലേഖനിൽ, ജഡായുവിന്റെ നാമധേയത്തിൽ നിങ്ങളൊരു നല്ല സംരംഭം തുടങ്ങണം. അതിനാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ വേസ്റ്റായി കളയുന്ന ചക്കയായാലും മാങ്ങയായാലും മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്ന് അല്ലെ മറ്റ് പല ജില്ലകളിൽ നിന്ന് വരുമ്പോൾ നമ്മൾ കൊതിയോട് നോക്കി നിൽക്കുന്നു. എന്തേ നമ്മൾക്ക് ചെയ്യാൻ കഴിയില്ലേ? മനസ്സ് വയ്ക്കുക. സബ്സിഡികൾ മാത്രമല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മൾ ഒത്തിരി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒട്ടേറെ സാമ്പത്തികമായിട്ട് മുന്നേറുവാൻ നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് കഴിയും. അതിന് സഹായിക്കുന്ന ഒരു ഗവൺമെന്റും കുടുംബശ്രീ പ്രസ്ഥാനവും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി ഇന്ന് രാവിലെ മുതൽ ഇവിടെ തന്നെ നമ്മൾ വന്നപ്പോൾ കണ്ടതാണ്. നമ്മളെ മരിച്ചുപോയ മണികണ്ഠൻ സഖാവിന്റെ അയൽവക്കം 2 അമ്മമാരുടെ പാട്ട് അവസാനം മൈക്ക് വേണ്ടിക്കാൻ വയ്യ. അവരുടെ പാട്ടൊക്കെ ആ മനസ്സാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുക. ആരോഗ്യമല്ല, അവരുടെ മനസ്സാണ്. ആ ഒരു മനസ്സുണ്ടായ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാണ്. അവരേത് വേദിയിലും പാടുവാനും കളിക്കുവാനും അവരുടെ കലാപ്രകടനങ്ങളെ, കലാ കഴിവുകളെ മാറ്റിവെക്കാനുള്ള അവസരം ഇത്തരം വേദികളിൽ മാത്രമേ ഉള്ളൂ. ഇതിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിപാടികളുണ്ട്, നമ്മുടെ കുടുംബശ്രീ സഹോദരിമാരുടെ വിവിധ പരിപാടികളുണ്ട്. അതെല്ലാം കാണുവാൻ നമ്മൾ ഇതിലെ പിന്നെ കടക്കക്കാരോട് വന്നിരിക്കുമോ? ചടയമംഗലം പഞ്ചായത്തിലെ കലാപരിപാടികൾ കാണാൻ ചടയമംഗലത്തുകാർ ഇങ്ങനെ നിലനിൽക്കാനോട് വന്നിരിക്കത്തില്ല. നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മക്കളെ പരിപാടിയാണെങ്കിൽ നമ്മൾ ഇരിക്കത്തില്ലയോ? ഇരിക്കുവോ ഇല്ലയോ? അതുപോലെ കാണണം. നമ്മുടെ ഓരോ സഹോദരിമാരുടെ മക്കൾ വേഷപ്പെട്ടിരിക്കുമ്പോൾ ആ അമ്മമാര് മാത്രമായി പോവരുത്. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ നിലവിലുള്ള പ്രവർത്തിക്കുന്ന മുഴുവൻ കുടുംബശ്രീ അംഗങ്ങൾ ഈ കലാപരിപാടി ആസ്വദിച്ച് ഇതിന് ശേഷം മാത്രമേ പിരിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മാതൃകയായി പോകുന്ന നമ്മുടെ ചടയമംഗലം കുടുംബശ്രീയെ നയിക്കുന്ന ശ്രീമതി മിനി സുലിന്റെ നേതൃത്വത്തിലുള്ള പ്രിയപ്പെട്ട ഭരണസമിതിയെയും
അതുപോലെ തന്നെ CDSനെയും അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്ന കൊല്ലം DMCയെയും പ്രത്യേകം അനുമോദിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദനങ്ങൾ. തുടർന്ന് ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും നമ്മുടെ ഡിവിഷൻ മെമ്പർ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ അവരെ ക്ഷണിക്കുന്നു. ഏറെ അധ്യക്ഷ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ സ്വാഗതാശംസ ശ്രീ ഷാരിമംഗലം, റിപ്പോർട്ട് അവതരിപ്പിച്ച ശ്രീ ശാലിനി, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ വിദ്യാഭ്യാസം, വൈസ് പ്രസിഡന്റ് ശ്രീ ഹരിജി നായർ, ഏറെ പ്രമുഖനായ ശ്രീ ആർ വിളിച്ചൻ, വേദിയിൽ സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ വിശദമായി ഞാൻ ഈ സന്ദർഭത്തിൽ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ ഞാൻ എടുക്കുന്നില്ല. ഞാൻ 2 മിനിറ്റ് കൊണ്ട് ആശംസ പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. കാരണം നിങ്ങളെല്ലാം വീട്ടിലേക്ക് പോകാനുള്ള നല്ല മനസ്സോടുകൂടി ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒരു കാര്യവും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ഈ ചടയമത്ര നമ്മുടെ പ്രകൃതിയുടെ വലിയ പ്രതികൂല കാലാവസ്ഥയിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഇത്രയും പേർ ഒത്തുകൂടി നമ്മുടെ കുടുംബശ്രീയുടെ വാർഷികവുമായി ബന്ധപ്പെട്ടാണ്, നമ്മുടെ പഞ്ചായത്തിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇരിക്കുന്നവർക്കെല്ലാം ധാരാളം അവസരമുണ്ട്, പോയവർക്ക് അവസരമില്ല. ഇതിപ്പോൾ 6 മാസം സന്തോഷമായിട്ട് നമുക്ക് പോയ ലാശസാറുണ്ട്. 6 മാസത്തിൽ ഇവിടെ ഏറ്റവും അവസാനം വരെ ഇരിക്കുന്ന ആളുകളെയാണ് പഞ്ചായത്ത് കൃഷി സ്ഥാനാർത്ഥി ലാശസാറെ അവസാനം വരെ ഇരിക്കുന്നവരിൽ പഞ്ചായത്ത് കൃഷി സ്ഥാനാർത്ഥിയാക്കി. അപ്പോൾ പഞ്ചായത്ത് കൃഷി സ്ഥാനാർത്ഥിയാക്കാനുള്ള സെലക്ഷൻ പ്രോസസ് ഈ ആഘോഷ പരിപാടികളെ സന്തോഷമൊക്കെ പറയണം. അപ്പൊ അതുകൊണ്ട് ആളുകളുടെ നാട്ടിൽ പോയവർ പോട്ടെ, ഇരിക്കുന്നവർ ഇരിക്കണം. നിങ്ങൾ ചെറുപ്പക്കാരിക്ക് കണക്ക് വയ്ക്കാൻ പോകുന്നത് കാര്യം ഈ കുടുംബശ്രീ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം 27 വർഷമായി തുടങ്ങിയെന്ന് പറഞ്ഞു. ഈ 27 വർഷത്തിനുള്ളിൽ കുടുംബശ്രീയുടെ പ്രവർത്തനത്തിലൂടെ ആരംഭിച്ച് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും മുനിസിപ്പൽ ചെയർമാൻമാരും മേയറുമായ ആളുകളെ എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആർക്കും അവസരം ഉണ്ടാകും. അതുകൊണ്ട് ആ അവസരങ്ങൾ ഉണ്ടാകുന്നത് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച പ്രസ്ഥാനമാണ് കുടുംബശ്രീ പ്രസ്ഥാനം. ഞാൻ ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല. ഇവിടെ എൻ്റെ ലക്ഷ്യമായ കടമ ഇവിടെ ഈ സ്കൂളിൻ്റെ നമ്മുടെ സ്പോർട്സ് കിറ്റ് വിതരണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം മാത്രം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കെന്തായാലും ഈ വർഷം സ്കൂളിന് ആസ്ഥാന മന്ദിരം ഉണ്ടാകും. അത് 40 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് പണം അനുവദിച്ചു. ഇന്നലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ എസ്റ്റിമേറ്റ് എടുത്തു. ഇനി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചാൽ നമുക്കെന്തായാലും അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നമുക്കെന്തായാലും സ്കൂൾ എന്ന് പറയുന്ന ചടങ്ങുകളുടെ സ്കൂൾ യാഥാർത്ഥ്യമാകും എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയുകയാണ്. ജില്ലാ പഞ്ചായത്തിൽ 40 ലക്ഷം രൂപയാണ് അതിനുവേണ്ടി അനുവദിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. ഇതിന്റെ സംഘാടകരായിട്ടുള്ള കുടുംബശ്രീയുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും അതിന്റെ സീനിയേഴ്സിനെയും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ സംസാരം കേട്ട എല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാരെയും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കും. അടുത്തത് നമ്മുടെ ബഡ് സ്കൂളിലേക്ക് കുടുംബശ്രീയുടെ സ്പോർട്സ് കിറ്റ് വിതരണമാണ്. അത് കൊടുക്കുന്നതിനായി ബഹുമാന്യനായിട്ടുള്ള കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റിനെ ബഹുമാനത്തോടുകൂടി ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ ബഡ് സ്കൂളിലെ കുട്ടികളെയും നമ്മുടെ ടീച്ചറെയും ക്ഷണിക്കുന്നു. America.
അറിയണ്ട അറിയാമോ? ആരെ ക്രിക്കറ്റ് കളിക്കുന്നത്? ക്രിക്കറ്റ് കളിക്കോ? തുടർന്ന് ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് ഹനീവി നായർ അവരെ ക്ഷണിക്കുന്നു. അതോടൊപ്പം ഈ അധ്യക്ഷ ചുമതല ബഹുമാന്യനായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റിനെ ഏൽപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി വേദിയിലും സദസ്യമായുള്ള ഏറെ പ്രിയമുള്ള കുടുംബശ്രീ പ്രവർത്തകരെ ദീർഘമായി ഒരു വർത്തമാനത്തിന്റെ ആവശ്യമുണ്ട് തോന്നുന്നില്ല. ഇനിയും ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നിങ്ങളുടെ ക്ഷമയും പരീക്ഷണത്തിന് തുല്യമാണ്. ഏറെ സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. നമ്മുടെ കുടുംബശ്രീ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചായത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായി ഓർമ്മിച്ചു. അതിനേക്കാളേറെ സന്തോഷം ഒരു കുടുംബശ്രീ വാർഷികത്തിന്റെ അധ്യക്ഷനായി പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് പറയാൻ കഴിയുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഒരു സന്തോഷമാണ്. കാരണം സാധാരണഗതിയിൽ ഈ ഇതെല്ലാം വരുന്നത് സ്ത്രീകളായിരിക്കും എപ്പോഴെല്ലാം തീർച്ചയായും വരുന്നത്. വൈസ് പ്രസിഡന്റ് ആ ഭാഗ്യം കൂടി ഓരോരുത്തരും അപൂർവമായ ഭാഗ്യം കൂടിയുമായി നല്ല സന്തോഷം കൂടിയുണ്ട്. നിങ്ങളെല്ലാം കണ്ടതിനുള്ള സന്തോഷം കൂടി പങ്കുവച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നമ്മുടെ ബഹുമാനിയുള്ള തിരികെ സ്കൂളിലെ പരിപാടികളിൽ ഉള്ളതാനുള്ള സ്കൂളുകളുടെ ആദരവാണ്. അപ്പോൾ ബന്ധപ്പെട്ട സ്കൂളിലെ അധികാരികൾ വന്നവർ സ്റ്റേജിലേക്ക് കയറിയതാണ്. എംപിഎസ് ചടങ്ങുകൾ ഗവൺമെന്റ് ഓഫീസ് വെളുപ്പ ഗവൺമെന്റ് ഓഫീസ് വെളുപ്പ നമ്മുടെ സ്കൂളിൽ എന്നെ ഓരോ അറിയോ തിരികെ സ്കൂൾ ക്യാമ്പയിൻ നടത്താൻ വേണ്ടി നമുക്ക് സ്കൂൾ വിട്ടു തന്നില്ലേ? അതിനു വേണ്ടി CDSന്റെ ഭാഗമായിട്ടുള്ള സ്കൂളുകളുടെ ആദരവാണ്. അപ്പൊ വെളുപ്പാറ സ്കൂളിനെ പ്രതിനിധിച്ചുകൊണ്ട് നമ്മുടെ സോണിലേക്ക് വന്ന് വാങ്ങിയിട്ടുണ്ട്. മറ്റ് സ്കൂളുകളെ പ്രതിനിധിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദേവിക മുഖ്യമന്ത്രിയിലേക്ക് വരുന്നു. അടുത്തതായി മുൻകാല ചെയർപേഴ്സൺമാരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയമാണ്. മുൻകാല ചെയർപേഴ്സൺമാരെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ശ്രീമതി ഗിരിജ, ശ്രീമതി ഇന്ദിര, ശ്രീമതി ഷാൻല. നമ്മളോടൊപ്പം ഇന്ന് ശ്രീമതി ഷാൻല മാത്രമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഈ ആദരം നൽകുന്നതിന് വേണ്ടി നിലവിലെ ജില്ലാ മിഷൻ കുടുംബശ്രീയുടെ DMC ആയിട്ടുള്ള ശ്രീ വിമർശനം. അതുപോലെ തന്നെ മുൻകാല ചെയർപേഴ്സൺ ആയിരുന്ന ശ്രീമതി ശാന്തമ്മ അവர்களுള്ള അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആ വാർഡിലെ CDS മെമ്പറായിട്ടുള്ള ശ്രീമതി സുഭദ്ര അവരെ ക്ഷണിക്കുന്നു. അവാർഡ് നൽകുന്നതിന് വേണ്ടി വിമർശനം. അടുത്തതായി
പറ്റില്ല. അടുത്തതായി മുതിർന്ന ഹരിതകർമ്മസേന അംഗം എന്ന നിലയിൽ നമ്മുടെ അംബുജാക്ഷിയമ്മ, ചടയമംഗലം ടൗൺ വാർഡിലെ അംബുജാക്ഷിയമ്മയാണ്. ഈ ഒരു മൊമെന്റോ നൽകുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ മിഷൻ അസിസ്റ്റന്റ് ഡിസ്ട്രിബ്യൂഷൻ കോർഡിനേറ്റർ ശ്രീ ഉന്മേഷ് അവരെ ക്ഷണിക്കുന്നു. അടുത്തതായി ഞാനിവിടെ റിപ്പോർട്ട് അവതരണത്തിൽ പറഞ്ഞു നമ്മുടെ AICയുടെ കാര്യം അല്ലേ. കഴിഞ്ഞ കാലയളവിൽ കലയം വാർഡിൽ നിന്നും, എന്റെ വാർഡ് തന്നെയാണ്, വാർഡിൽ നിന്നും ദയ അയൽക്കൂട്ടത്തിലെ മരണപ്പെട്ടുപോയ മനുഷ്യന്റെ മകന് ആ ഒരു ഇൻഷുറൻസിന്റെ ക്ലെയിം നൽകാനുണ്ട്. അത് ഈ ഒരു രീതിയിൽ വെച്ച് നൽകുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇൻഷുറൻസിന്റെ ക്ലെയിം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ രാജു അവരെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശബരീശനെയും ക്ഷണിക്കുന്നു. ശബരീശൻ കേശവാട് നൽകുന്നതിന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. അടുത്തതായി നമ്മുടെ ചടയമംഗലം സീരീസിൽ മുൻകാലങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം ഏറെ പരിചയമുള്ള ഒരു അക്കൗണ്ടന്റ് ഉണ്ടായിരുന്നു അല്ലേ. ആദ്യമായിട്ടാണ് അക്കൗണ്ടന്റ്മാർക്ക് ചാൻസ് തരികയും നിലവിലെ മെഡിക്കൽ സീരീസ് പ്രവർത്തിക്കുകയും ചെയ്യുന്ന മുൻകാല അക്കൗണ്ടന്റായ ശ്രീമതി റുബൈദ അവരെ ഏറെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരവ് നൽകുന്നതിന് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ക്ഷേമവാദി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ വിഷ്ണുരാജ് അവരെ. ഇനി മറ്റൊരു അവാർഡ് മീൻസ് അനുമോദനമാണ്. അത് നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞു 2023-24 പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ മോഡൽ സീരീസ് ആക്കപ്പെട്ടു എന്നത്. അപ്പൊ ആ ഒരു മോഡൽ സീരീസ് ആക്കാൻ വേണ്ടിയിട്ട് ചെയർപേഴ്സണായാലും ഞാനോ അല്ലെങ്കിൽ കുറച്ച് പേരോ വിചാരിച്ചതുകൊണ്ടല്ല, നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചതുകൊണ്ടാണ്. അപ്പൊ ഓരോ വാർഡിനെയും കേന്ദ്രീകരിച്ച് സീരീസിൽ അത്തരം കാര്യങ്ങളെ സമയബന്ധിതമായി നീക്കാൻ സഹായിച്ചത് സീരീസ് മെമ്പർമാരാണ്. അപ്പോൾ ആ ഒരു സീരീസ് മെമ്പർമാരെ ഈ ഒരു വേളയിൽ അനുമോദിക്കാതെ വിടുന്നത് വളരെ മോശമാണ്. ഞങ്ങൾ തന്നെ നടത്തുന്ന പരിപാടിയിൽ ഞങ്ങൾക്കുള്ള ആദരവ് എന്നുള്ളതല്ല, എന്നാൽ ചടയമംഗലം സീരീസിനെ മോഡൽ സീരീസ് ആക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ സീരീസ് മെമ്പർമാരെയും ഈ ഒരു വേദിയിൽ വെച്ച് അനുമോദനം ആഗ്രഹിക്കുന്നു. ഈ ഒരു അനുമോദനം നൽകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ ചടയമംഗലം ബ്ലോക്കിലെ BDO ആയിരുന്ന വിമൽ സാറാണ് ഇപ്പോൾ ജില്ലയെ നയിക്കുന്നത് എന്നുള്ളത് നിങ്ങളിപ്പോൾ കണ്ടു കാണല്ലേ. അപ്പൊ ഈ ഒരു ആദരവ് നൽകാൻ എന്തുകൊണ്ടും അർഹന വിമൽ സാർ തന്നെയാണ്. അപ്പൊ ഈ ഒരു ഏരിയയിൽ വെച്ച് ചടയമംഗലം സീരീസിലെ മുഴുവൻ സീരീസ് മെമ്പർമാർക്കും ഒരു ആദരവ് നൽകുന്നതിന് വേണ്ടി വിമൽ സാറിനെ ക്ഷണിക്കുന്നു. അപ്പം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഓരോ സീരീസ് മെമ്പർമാരെയും വാർഡ് അടിസ്ഥാനത്തിൽ ഓരോരുത്തരും മുന്നിലേക്ക് വരണം. ആദ്യം തെരുവിഭാഗം വാർഡ് മിനി ചേച്ചി, എന്റെ വെള്ളുപ്പാറ ഷഹീറ, ഇടയ്ക്കോട് സുഭദ്ര ചേച്ചി, മാടനട സിന്ധു ചേച്ചി, പൂങ്കോട് ശാലിനി, അക്കോണം ബീന, മണമ്പറമ്പ് ബേബി ഗിരിജ, കണിക്കോട് സരസ്വതി, ചടയമംഗലം ടൗൺ വാർഡ് രമാദേവി, തുരിയോട് വിജയലക്ഷ്മി, വെട്ടുവലി ശ്രീദേവി ചേച്ചി, കടൽക്കാട് ഷാനിമ,
മൂലങ്കോട് ശ്രീമതി ജുബൈര ബീവി, പോരയിടം ശ്രീമതി മുംതാസ്. ഇത് എന്തിനാണെന്നറിയോ? മോഡൽ സീരീസ് ആക്കാൻ ഓരോ വാർഡിൽ നിന്ന് സപ്പോർട്ട് നൽകിയിരുന്നു. തുടർന്നുള്ള വരും വർഷങ്ങളിൽ ഈ മോഡൽ സീരീസിനെ എങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊക്കെ ഇവരെഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രവർത്തനം നടത്തണമെങ്കിൽ നിങ്ങളിലൊക്കെ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഒരുപക്ഷെ ഈ സ്ഥാനങ്ങളിലേക്ക് വരരുത്. നിങ്ങൾക്ക് കണ്ട പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടും കൂടിയായിട്ടാണ് ഇങ്ങനൊരു മൊമെന്റോ ഈ ഒരു വേദിയിൽ വെച്ച് നൽകിയത്. അതിനുപരി നമുക്കൊക്കെ അറിയാം, മെസ്സേജ് ഗ്രൂപ്പിലൂടെ ഇട്ട് മാക്സിമം പങ്കാളിത്തം നടത്താൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വോയിസ് നിങ്ങളുടെ ഗ്രൂപ്പിൽ കേട്ടിട്ടുണ്ടാവും. ആരായിരിക്കും ഉറപ്പ് പറയും? അല്ലേ നമ്മുടെ ഏറെ പ്രിയപ്പെട്ട മെമ്പർസ് ശ്രീമതി ലതാ മേഡത്തിന് ഞങ്ങളുടെ ഈ ഭരണസമിതിയുടെ ആദരവ് നൽകാൻ കൊണ്ട് മോശമാണ്. അപ്പൊ ആദരവ് നൽകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഉമേഷ് സാറിനെ കുറിച്ച് ക്ഷണിക്കുകയാണ്. അതുപോലെ നിലവില് മാതൃക സീരീസ് അല്ലെ മോഡൽ സീരീസ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ വളരെ പാടുള്ള കാര്യമാണ്. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്? ഇന്നത്തെ പ്രോഗ്രാം പറ്റി ഈ പ്രോഗ്രാമിന്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ഘടകം സാമ്പത്തികമാണ്. സാമ്പത്തിക കാര്യങ്ങളെ കൃത്യമായി അടുക്കും ചിട്ടയോടുകൂടി നാളിതുവരെ ചെയ്ത സീരീസ് പ്രവർത്തനങ്ങളെ മുന്നിൽ കൊണ്ടുപോകുന്നതിന് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട ശ്രീജയ്ക്ക്, നമ്മുടെ അക്കൗണ്ടന്റ് ശ്രീജയ്ക്ക് ഈ വേദിയിൽ ഞങ്ങളുടെ അനുമോദനം നൽകുന്നതിന് വേണ്ടിയിട്ട് ഉമേഷ് സാറിനെ ക്ഷണിക്കുന്നു. യോഗത്തോടെ ആരംഭിക്കുകയാണ്. സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ശ്രീമതി ലതസാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഇന്നീസിന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ വാർഷിക പൊതുയോഗത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളുടെ പ്രശസ്ത ഭാഗങ്ങളാണ് സാക്ഷി TV പ്രിയപ്പെട്ട പ്രേക്ഷകർ എത്തിച്ചത്. തൽക്കാലം ഈ സംരക്ഷണമുള്ള പൂർണ്ണമാകുന്നു. അടുത്ത സമയം ഇന്നത്തെ കലാപരിപാടികളുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.